5 പേരെന്തോ ജീപ്പിൽ വന്നെന്ന് പറയണ. പക്ഷെ അവനെ കിട്ടിയില്ല, കണ്ടില്ല. അവൻ രാത്രി രായമാനം വന്ന് തന്ത്യാനും എപ്പോഴും തന്ത്യാനെ അടിയും പ്രശ്നം തന്നെ. തന്ത്യാനെ ഇറക്കി വിട്ടിട്ട് അവൻ ഓടിയെന്ന് ആണ് പറയണത്. രാത്രി വെളുപ്പാങ്കാലം വന്ന് കഥവും പൂട്ടിയിട്ടിട്ട് അവൻ പോയി. നമസ്കാരം. അയൽവാസിയായ ഷിബുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ICUവിൽ കഴിയുന്ന വത്സലയുടെ സഹോദരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഷിബുവിനെ കുറിച്ചുള്ള പരാതികൾ എന്നൊക്കെ അവർ നമ്മളോട് തന്നെ വ്യക്തമാക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അവര് തമ്മിൽ എന്താണ് പിണക്കമെന്ന് എനിക്കൂടെ. അവന്റെ ഭാര്യയും 2 കുട്ടികളും പിണങ്ങിപ്പോയി. അപ്പൊ എന്റെ അനിയത്തിക്കാണെങ്കിൽ ഒരേ ഒരു മോനേ ഉള്ളൂ. അത് കൊല്ലും, എപ്പോഴും കൊല്ലും, എപ്പോഴും കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണി നടത്തി പിച്ചാത്തി കൊണ്ടു നടക്കും, കല്ലെറിയ, അങ്ങനെയൊക്കെ കുറെ നാൾ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അവർ പരാതി കൊടുത്തു. പോലീസൊക്കെ 2-4 തവണയൊക്കെ വന്ന് 2-3 അടിയൊക്കെ കാലിന് താഴെയൊക്കെ കൊടുത്തു. എന്നിട്ട് അവൻ അനുസരിക്കില്ല. ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ പാച്ചയ്ക്ക് ചീത്ത വിളിക്കണം. വഴിയെ പോകാൻ പാടില്ല. ഒരിക്കൽ കുടുംബശ്രീ മുഖേന്ദ്രം എല്ലാവരും കൂടി ഒപ്പിട്ടൊക്കെ കൊണ്ട് കൊടുക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. എന്നിട്ട് ആരും വന്ന് പറഞ്ഞാലും അവൻ കേൾക്കൂല. അവൻ ഇത് തന്നെ നിത്യത്തൊഴിൽ. അവസാനം ആയപ്പോഴത്തേക്ക് മോനെ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞിരിക്കുമായിരിക്കും, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പോഴീ മോനെ കൊല്ലും എന്ന് പറഞ്ഞാൽ 3 മക്കളെ പ്രസവിച്ചിട്ടാണ് അവൾക്ക് ഒരു മോനുള്ളത്. അപ്പൊ അവക്ക് കുട്ടികളില്ല. കൊച്ചിന് 7 വർഷമായി, മോന് പിള്ളേരില്ല. അപ്പോഴീ പിള്ളേരില്ലാത്ത കാര്യം വെച്ചൊക്കെ ഭയങ്കരമായിട്ട് ആ കൊച്ചു പെണ്ണിൻ്റെ ഓടി ചീത്ത വിളിക്കും. അതെപ്പോഴും കരച്ചിലാണ് ജോലി. അതായത് നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലാതെ എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഇപ്പൊ അവസാന നിമിഷം അവളിങ്ങനെ മുഖം തൂത്തോണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്ന് കല്ലെറിഞ്ഞത്. കുനിഞ്ഞ് തൂത്തോണ്ട് നിന്നിട്ട് നൂന്നതുമാണ് ഈ കല്ലെറിഞ്ഞത്. അവൾ അങ്ങ് വീണെന്ന് തോന്നും. അപ്പൊ ആ മുമ്പറിന്റെ ഭാര്യയാണ് കണ്ട് ഇവിടെ വന്ന്. എൻ്റെ അനിയത്തിയുടെ മരുമോളാണ്, അവളോട് പറഞ്ഞാണ് കണ്ടത്. ഞാനും ഒരു വീട്ടു ജോലിക്ക് പോണതാണ്. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ആ കൊച്ചു മുമ്പറിന്റെ ഭാര്യയാണ് എൻ്റെ കൂടി പറഞ്ഞത്, ഇങ്ങനെ അനിയത്തിയെ എറിഞ്ഞ് വീഴുന്ന ചേച്ചി അറിഞ്ഞില്ല എന്നിട്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് പ്രശ്നം. ഇപ്പൊ 3 ദിവസമായി കൊച്ചും മോനും മരുമോളും ഒക്കെ തന്നെ ആശുപത്രിയിൽ ഇരിക്കുന്നത്. ഈ ഷിബു എവിടെയാണുള്ളത്? അങ്ങനെ എന്തെങ്കിലും പോലീസോ ആരെങ്കിലും പറയുന്നത് കേട്ടായിരുന്നോ? ഇല്ല കേട്ടില്ല. അന്ന് പോലീസ് വന്നായിരുന്നു. 5 പേരെന്തോ ജീപ്പിൽ വന്നെന്ന് പറയണ. പക്ഷെ അവനെ കിട്ടിയില്ല, കണ്ടില്ല. അവൻ രാത്രി രായമാനം വന്ന് തന്ത്യാനും എപ്പോഴും തന്ത്യാനെ അടിയും പ്രശ്നം തന്നെ. തന്ത്യാനെ ഇറക്കി വിട്ടിട്ട് അവൻ ഓടിയെന്ന് ആണ് പറയണത്. രാത്രി വെളുപ്പാങ്കാലം വന്ന് കഥവും പൂട്ടിയിട്ടിട്ട് അവൻ പോയി. തന്ത ഇന്നലെ അവിടെ തന്ത പാവാണ്, അങ്ങേർക്ക് ചെവിയൊന്നും കാട്ടൂടാ, നല്ല പാവപ്പെട്ട മനുഷ്യൻ. അങ്ങേരെ എടുത്തിട്ട് അടിക്കുകയും ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യും. ഇതേ അറിയുള്ളൂ, അല്ലാതെ അവർ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. ഇപ്പൊ ഇവർക്ക് കുട്ടികളില്ലാത്ത ദൈവം കൊടുക്കുമ്പോ അല്ലേ മേടം എടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഒളിച്ചിരിപ്പ്, ഒളിഞ്ഞു നോക്കൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആ ചെറുക്കനാണെങ്കിൽ, എൻ്റെ അനിയത്തിയുടെ മോനാണെങ്കിൽ ഒരു പാവപ്പെട്ട ചെറുക്കൻ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെറുക്കനാണ്. ടൈലിന്റെ ജോലിക്കാണ് പോണത്. ഇപ്പൊ ഇത്തിരി ഈ വീടൊക്കെ വെച്ചാൽ ഇത്തിരി കടബാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ലോൺ എടുത്ത് ഇവർ മിഷ്യം വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ വേറെ എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല. അവർ ഞങ്ങൾ നാടാന്മാരാണ്, അവർ ഹരിജനമാണ്. അവർക്ക് ഹരിജനം എന്ന് പറഞ്ഞാൽ എല്ലടോ മുൻഗണന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ എപ്പോഴും തേരാപ്പറ ചീത്ത വിളിയെന്ന് പറഞ്ഞാൽ ആരെല്ലാം വന്ന് വിലക്കിയിട്ട് ഒരു നിവർത്തിയില്ല. ചീത്ത വിളിക്കുന്ന രീതിയിൽ വിളി. അങ്ങനെയല്ല, അവർ പറഞ്ഞ ഭാഷയൊന്നും പറയാൻ പറ്റാത്ത രീതിയാണ്. വഴിയെ പോലും ആളുകൾക്ക് പോകാൻ പാടില്ല. ഒരിക്കൽ അതേപോലെ തന്നെ അങ്ങ് ആലത്തൂർ ഒരു കോൺട്രാക്ടിന്റെ ഭാര്യ ആലത്തൂർ വെച്ച് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീട്ടു ജോലിക്ക് 3 മണിക്ക് ശേഷം പോകും. അപ്പൊ ആ കോൺട്രാക്ട് വന്ന് അവനെ പിടിച്ചിറക്കി കഴുത്തിലിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇടിക്കാൻ വേവ. ഞാൻ പറഞ്ഞു, മക്കളെ ഉണ്ണി ഒരിക്കലത്തേക്കും പോട്ട്, ക്ഷമിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പോഴവൻ എൻ്റെ കൂടി പറഞ്ഞ ആ കോൺട്രാക്ട് പറഞ്ഞാണ്, ചേച്ചി ഇപ്പം വന്ന് ചാടിയലാണ് ഈ പ്രശ്നം ഇവിടെ ഒഴിവായത്. ഇവൻ എങ്ങനെ വിട്ടാ പോരാ ചേച്ചി എന്ന് പറഞ്ഞു എൻ്റെ കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോട്ട് മക്കളെ, ഒരിക്കലത്തേക്കും പോട്ടെന്ന് പറഞ്ഞു ക്ഷമ പറഞ്ഞു വിട്ട്. ഇവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെ പ്രശ്നം തന്നെ. ആര് വന്ന് വിലക്കിയാലും കേൾക്കൂല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ ഭാര്യയാണെങ്കിൽ ഒരു പാവപ്പെട്ട കൊച്ചായിരുന്നു. 2 പിള്ളേരുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലൊന്ന് പഠിക്കണം, 1 7ൽ പഠിക്കണം. അവളെ ഉയരും കൊണ്ട് പോയത് കൊണ്ട് അവള് രക്ഷപ്പെട്ടു. പനിച്ചപ്പാവം, ആർക്കും ഒരു ശല്യവും ഇല്ല, കാര്യവും ഇല്ലാത്ത ഒരു കൊച്ചു പെണ്ണാണ് അവള്. അവളെ പിള്ളേരെയും പഠിപ്പിച്ച് അവിടെ വീട്ടു ജോലി എന്തോ ചെയ്താണ് അവള് ജീവിക്കണം. അവളിവിടെ വന്നിട്ടില്ല, 2 വർഷമായി ഇവിടുന്ന് പോയിട്ട്. അങ്ങനെയൊക്കെ ഉള്ളത് എനിക്കറിയാമല്ലോ, എനിക്ക് വേറൊന്നും അറിഞ്ഞൂടാ. ഇയാള് എത്ര കാലമായിട്ട് ഇങ്ങനെ ശല്യമാണ്? ഇപ്പൊ ഇത് 2 വർഷം കൊണ്ട് എവള് പോയത് മുഖേന്തരം ഇങ്ങനെയുള്ള ശല്യം. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. അവള് പോയതോടും കൂടിയാണ് ഈ കുഴപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം വേറെ കുറച്ച് ആൾക്കാരെടുത്ത് സംസാരിച്ചപ്പോ അവരൊക്കെ പറഞ്ഞത് ഈ മദ്യപിച്ചുള്ള ശല്യം കാരണമാണ്. മദ്യപാനം ഉണ്ട്. അങ്ങനെ തന്നെ അവള് പോയ കഞ്ചാവും അവളെയും വെട്ടാനും ഓടിക്കും, അടിയും പിടിയും. അത് സഹിക്കണതിനപ്പുറം അത് സഹിച്ച് പരിധിക്ക് അപ്പുറം ആയപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോയത്. അങ്ങനെയാണ് കാര്യം. അല്ലാതെ എന്താണെന്ന് അറിഞ്ഞത് നമ്മൾ തമ്മിൽ ഒരു വർക്കും അല്ല. നമ്മളൊരു വർക്കും അവരൊരു വർക്കാണ്. നമ്മളെ കൊണ്ട് അവർക്ക് ശല്യമില്ല, അവരെ കൊണ്ട് നമുക്ക് ശല്യമില്ലായിരുന്നതാണ്. ആ പെണ്ണാണെങ്കിൽ പഞ്ചപാവാണ്, തന്തിയാനാണെങ്കിൽ ചെവിയൊന്നും കേട്ടൂടാ. അയാളില്ല, മൊണ്ടിയാണ് നടക്കുന്നത്. അയാളെന്നും പറയാക്കില്ല. ഇവൻ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. കഞ്ചാവിൻ്റെ അടിമയാണെന്ന് തോന്നുന്നു. പിന്നെ മദ്യം കൊണ്ട് കൊടുക്കണ 5-6 പയ്യന്മാരൊക്കെ ഉണ്ട്. അതൊന്നും ആളെ കണ്ടാലേ എനിക്കറിയാം. പേരും ഊരുമൊന്നും എനിക്കറിയില്ല. കുടിച്ചും കൊണ്ട് അങ്ങ് വായിൽ തോന്നിയെന്ന് പറഞ്ഞാൽ
പറയാൻ പറ്റൂല. മേത്തന്മാരോ മുക്കോമാരോ ഒന്നും പറയാത്ത ഭാഷയാണ് പറയുന്നത്. ഒരു പെണ്ണിവിടെ താമസിക്കണില്ലേ, അതിന് 25 വയസ്സായുള്ളൂ. ആ കൊച്ചു പെണ്ണിനാണെങ്കിൽ അവന് ഒരു 32 വയസ്സായുള്ളൂ. അവർക്ക് മക്കളില്ലാന്ന് പറഞ്ഞ് അവന് എന്തരാണ് കുഴപ്പം? അവനെന്തരാണ് കുഴപ്പമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെയാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനു മുമ്പ് ഇപ്പൊ എന്റെ അനിയനാണെങ്കിൽ സുഖമില്ല, ശ്വാസം മുട്ടും കാര്യമൊക്കെയാണ്. അവൻ 2-3 ദിവസത്തിലൊരിക്കൽ ആശുപത്രിയിൽ പോയി ആവി എടുത്തും ഇഞ്ചക്ഷൻ എടുത്തും ഒക്കെയാണ് ഇരിക്കുന്നത്. എല്ലാ ചെറുക്കനാണ് ചെയ്യണത്. എന്തായാലും വളരെ കാര്യങ്ങളെല്ലാം അവർക്ക് ഈ വീട് വെച്ചാൽ ഒത്തിരി കടമുണ്ട്. ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവളും ഒരു വീട്ടിലൊരു ജോലിക്കാണ് പോണത്. അങ്ങനെയൊക്കെ അവന് ജോലിക്ക് പോകാൻ പറ്റൂല. എന്റെ അനിയനാണെങ്കിൽ ജോലിക്കൊന്നും പോകാൻ പറ്റൂല. ഇപ്പൊ തൊഴിലുറപ്പെല്ലാം ഉണ്ടെങ്കിൽ 5 ദിവസത്തെ പണിക്കേ പോകുള്ളൂ. ഇപ്പൊ നമ്മളെ വീട്ടില് പോലും ഒന്ന് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റാത്ത അതെ. ആ കൊച്ചിന് ഇരിക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഇവ ഈ മതില് പകുതി വരെ ഈ ഗേറ്റ് അടച്ചിട്ടിരുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടി ഒന്നാണ് അങ്ങ് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞത്. അത് ആ ബാലരാജ് ആ മുമ്പറിന്റെ ഭാര്യയെ കണ്ടില്ലായിരുന്നെങ്കിൽ ആരും കാണൂല. ചിലപ്പോൾ അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാലും ആരും അറിയാതെ പോകുമായിരുന്നു. അവള് കണ്ടതുകൊണ്ട് ഓടി വന്നതായി എന്റെ ഈ മരുമകളോട്, അവിടെ താമസിക്കണവരോട് പറഞ്ഞു. മെമ്പർ അടക്കം ഈ വീടിന്റെ പരിസര പ്രദേശത്ത് ഉണ്ടായിട്ടും ഇയാൾ ഇത്തരത്തിലുള്ള മുമ്പറൊന്നും പറഞ്ഞാൽ കാക്കൂല. മുമ്പർ പാവാണ്. മുമ്പർ പരമാവധി പറഞ്ഞു നോക്കി. അങ്ങേരെ ഭാര്യ ഈ പൊള്ളെല്ലാം കാട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നിവൃത്തിയില്ല. ഇരുട്ട വെളുക്ക രാവിലെ മദ്യപിച്ചിട്ട് വന്ന അപ്പൊ എന്തൊരു എന്നിട്ട് ഇവിടെ ക്രിസ്ത്യൻ പാട്ട് ഇവിടെ കൊണ്ടുവച്ച് ബോസ് കൊണ്ടുവച്ച് ഇടും. ഈ പാട്ടെങ്കിലും കാട്ട്. ഒരു നിവൃത്തിയില്ല. രാത്രി ആയാലും പകലായാലും ഉച്ചയൊന്നുമില്ല, രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല. എന്നിട്ട് ഇതായ ഒരു കൊച്ചു എന്റെ അനിയത്തിലെ മോളൂടി ഇതാ ഇവിടെ ഈ വർക്ക് ചെയ്യാണ്, പണി ചെയ്യാണ്. അതിനും ഇരിക്കാൻ പാടില്ല. ഈ പള്ളികൾ കേട്ട് എത്രയും പറഞ്ഞ് സഹിക്കണേന്. എന്നാലും പോട്ട് നീ വിളിച്ചും കൊണ്ടുപോയി. ഇതിപ്പം വീട് കയറി അവൻ ആക്രമണത്തിന് വന്നത് കൊല്ലാൻ വേണ്ടിയല്ലേ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സഹോദരങ്ങൾ 5-6 ഉണ്ട്. 7 പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് കൂടിപ്പിറപ്പ് ആണുങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ 7 പേരും പരസ്പരം സ്നേഹവും കാര്യവും എന്തെങ്കിലും വന്നാൽ അവര് നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ വന്ന് കയറിയ ആണുങ്ങളും അങ്ങനെയാണ്, പാവാണ്. എല്ലാവരും അന്ന് വേല ചെയ്ത് അന്ന് ജീവിക്കുന്നവരാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയണത്. പോലീസുകാരൊക്കെ എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ? പോലീസുകാര് എന്തിനാ സിനിമ കൊണ്ട് വാ. പോലീസുകാർ പറയണത് അവന് മാനസികമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം ഗുളിയൊക്കെ ഒഴിക്കുന്നുണ്ടെന്ന്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടിടണമെങ്കിലും അവരെ ബന്ധുക്കൾ ആരെങ്കിലും ആക്കണം. ബന്ധുക്കളുണ്ട്, ആരും ആക്കൂല. എന്ന് വെച്ചാൽ അവന് വേണ്ടി ആരും നിൽക്കില്ല. ഇതാണ് പ്രശ്നം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാത്തിലും മൂത്തതാണ് ഞാനാണ്. എന്റെ ചേച്ചിയാണ്. എന്റെ ഭർത്താവാണെങ്കിൽ 13 വർഷം കൊണ്ട് ആമവാദം പിടിച്ച് കഴിക്കാൻ വയ്യാതെ നടക്കണാണ്. അപ്പൊ ഇവരൊക്കെയാണ് എനിക്കൊരു ആരുമില്ല. ആശുപത്രിയിലൊക്കെ കിടക്കാൻ വല്ലതും തരണതും അവര് പാടുപെട്ടാലും വല്ലതും കൊണ്ട് തരണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോണത്. അതുകൊണ്ട് വലിയ കഷ്ടം. ഇതൊന്ന് മോചനം കിട്ടണമെന്നാണ് ഞങ്ങൾ പറയണത്. നീതി ആവണം. ഇനി ഒരിക്കലും ഈ പ്രശ്നം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ പള്ളി വിളിയോ ഈ വീട്ടിൽ കയറി ആക്രമണം നടത്താൻ പറ്റൂല. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഷിബുവിനെ നാട്ടുകാരെല്ലാരും കൂടെ ഉപദേശിക്കാനും ജാഗ്രതാ സമിതിയൊക്കെ നിർമ്മിച്ചു. ആര് പറഞ്ഞാലും അവൻ കേൾക്കൂല. കേൾക്കണ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയും മാറി നിന്ന് പള്ളി വിളിക്കുന്ന ഒരു സ്വഭാവമാണ്. പള്ളെന്ന് പറഞ്ഞാൽ 1-2 ആയിരം വിളിച്ചിട്ട് നിൽക്കുവോ എന്നും. പിന്നെ എങ്ങനെയായ വർഷക്കാലം കൊണ്ട് തുടങ്ങി. 2 വർഷം അവള് പോയി, അതോടുകൂടി തുടങ്ങിയത്. ഇതിനു മുമ്പ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്നു? ചീത്ത വിളിക്കുന്നു? അല്ല, ചീത്ത വിളിയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതുവരെ എല്ലാം ചെയ്തിട്ടില്ല. ഇല്ല ഇല്ലാത്തത് പറയാൻ പറ്റൂലല്ലോ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇപ്പം വലിയ കൂടുതലായിട്ടാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല, അകത്തിരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ള സമയം. അപ്പൊ എന്റെ അനിയനാണെങ്കിൽ അന്ന് കുളിച്ചും കൊണ്ടുപോയിട്ട് അങ്ങ് റോട്ടിൽ പോയി. അപ്പൊ എന്റെ മോൻ വന്നില്ല എന്ന് വിചാരിച്ചു. അനിയത്തിയുടെ മോൻ വന്നില്ല എന്ന്. പക്ഷെ അവൻ ഇവിടെ ഈ മുച്ചന്റെ റൂമിനകത്തുണ്ടായിരുന്നു. അമ്മയുടെ ശബ്ദം എന്തോ കേട്ടാ ബാലരാജ് മുമ്പറിന്റെ ഭാര്യ എന്ന് പറഞ്ഞാണ് അവൻ വെളിയിൽ ഇറങ്ങിയപ്പോ ഓടിക്കളഞ്ഞു. കിട്ടില്ല. പിന്നെ ഷിബുവിനെ കണ്ടില്ല. മുകളിലുള്ള 2 പേരാണ് പറഞ്ഞത്. അച്ഛനും മോനുമാണ് പറഞ്ഞത്. മുകളിലോട്ട് കയറി ഓടണോട്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ പ്രശ്നം. കൊണ്ട് ജീവിക്കാൻ പാടില്ല. ജീവിക്കാനെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം. ഇതൊക്കെ രാത്രിയും പകലും ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്തിനാ ചെയ്ത്? ചീത്ത വിളിച്ചതും പോട്ട് മേഡം സാരമില്ല. പക്ഷെ ഇങ്ങനെ ഈ കല്ലുകൊണ്ടും കത്തി കൊണ്ടും ഒക്കെ നടത്തുന്ന എപ്പോഴും കാണും. കൊച്ചു പിള്ളേരല്ലേ അവിടെ കാണുള്ളൂ. അവൻ പണിക്ക് പോകും. ഞാൻ എപ്പോഴും തൊഴിലുറപ്പിനൊക്കെ ഉണ്ടെങ്കിൽ പോകും. അവൾ ഒരു വീട്ടിൽ വിലക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരും. നിവൃത്തിയോടെ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇത്തിരി കടബാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഇരുന്ന് തിന്നണവരല്ല. അപ്പൊ ആ കൊച്ചു എൻ്റെ അനിയത്തിയുടെ ഒരു മോളാണ് ഇവിടെ നിന്ന്. ആ കൊച്ചും കൂടിയാണ് ഇവിടെ ഈ പണിയെടുത്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിനാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോകണം. നമ്മളെ കൊണ്ട് ഒരു ശല്യവും വേറെ ആർക്കും ഇല്ല. എവനും ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കല്ലെടുപ്പ്, പിച്ചാത്തിയെടുപ്പ് അത് വളരെ കഷ്ടമാണ് മാഡം. കഷ്ടമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അവർക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണ്ടേ? ആ കൊച്ചുങ്ങൾക്ക് അവിടെ ഇരിക്കണ്ടേ? ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള